മസിൽസ് കൂട്ടുക എന്നാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ എന്നാൽ സ്ട്രെങ്ത് ആണ് നിങ്ങൾക്ക് കൂട്ടേണ്ടതെങ്കിൽ നിങ്ങൾക്ക് അവിടെ സ്മാർട്ട് വർക്ക് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. I'll tell you now. നമ്മളെല്ലാവരും പല പ്ലാൻസ് ആയിട്ടാണ് ഫസ്റ്റ് ടൈം ജിമ്മിലോട്ട് പോകുന്നത്. ചിലർക്ക് നല്ല ബോഡി സെറ്റ് ആക്കാനായിരിക്കും, ചിലർക്ക് സ്ട്രെങ്ത് കൂടാനായിരിക്കും, ചിലർക്ക് കൺസിസ്റ്റൻസി, ഡിസിപ്ലിൻ, മോട്ടിവേഷൻ, അങ്ങനെ പല റീസൺസ് കൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ടൈം നമ്മൾ ജിമ്മ് ഹിറ്റ് ചെയ്യുന്നത്. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് സ്ട്രെങ്ത്. നമുക്ക് എങ്ങനെ സ്ട്രെങ്ത് കൂട്ടാം? ശരിക്കും പറഞ്ഞാൽ ഇതൊരു 3 സ്റ്റെപ്പായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ആൻഡ് ഇൻ ദിസ് വീഡിയോ ഐ എം ഗോയിങ് ടു ഡീൽ വിത്ത് സ്റ്റെപ്പ് 1. സോ എങ്ങനെ നമുക്ക് ട്രെയിനിങ്ങിലൂടെ സ്ട്രെങ്ത് കൂട്ടിയെടുക്കാം. നമ്പർ 1, ഫോക്കസ് ഓൺ കോമ്പൗണ്ട് ലിഫ്റ്റ്. യെസ്, കോമ്പൗണ്ട് ലിഫ്റ്റിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അതായത് സ്ക്വാട്ട്, ഡെഡ് ലിഫ്റ്റ്, ബെഞ്ച് പ്രസ്, ഓവർ ഹെഡ് പ്രസ്, പുള്ളപ്സ്, ഇങ്ങനെയുള്ള മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ. ഈ മൂവ്മെന്റ്സിലൊക്കെ നിങ്ങൾ പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ വിത്തിൻ 1 or 2 months നിങ്ങളുടെ സ്ട്രെങ്ത്തിൽ നല്ല രീതിക്ക് ചേഞ്ചസ് നിങ്ങൾ നോട്ടീസ് ചെയ്യാൻ തുടങ്ങും. ഈ പറഞ്ഞ മൂവ്മെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് പലർക്കും കേട്ടുപരിചയമുള്ളതായിരിക്കും. പലരും സ്കിപ്പ് ചെയ്യുന്ന മൂവ്മെന്റ്സ് വരെയും ഈ ഒരു ലിസ്റ്റിലുണ്ട്. ഇൻ കേസ് ഇത് അറിയാത്തവർക്കാണെങ്കിൽ ഈ പേര് നോട്ട് ചെയ്ത് വെച്ചിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്തതിന്റെ പെർഫെക്റ്റ് ഫോമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. എന്താണ് ഈ പ്രോഗ്രസീവ് ഓവർലോഡ് എന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ പ്രൊഫൈലിൽ തന്നെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. യു ക്യാൻ ചെക്ക് ദിസ് ഔട്ട്. സോ സ്ട്രെങ്ത് കൂട്ടുക എന്നാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഈ ഒരു രീതിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 2 മാസം ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ആൻഡ് ആ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഫ്രണ്ടിന് കൂടെ ഈ റീലൊന്ന് അയച്ചു കൊടുക്കുക. ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യേണ്ട, സ്മാർട്ട് വർക്ക് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് പുള്ളിക്കാരനൊന്ന് പറഞ്ഞു കൊടുക്കുക.